രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും അതുപോലെ വൈകുന്നേരത്തെ ചായക്കും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ വിരുന്നുകാർ വന്നാലൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് കൂന്തലാണ്. കഴുകി വൃത്തിയാക്കിയ കൂന്തലിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇതിൻ്റെ ആ ഒരു ഉപ്പും മുളകൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഞാനിത് അങ്ങനെ മാറ്റി വെക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ചെറുതായി കുത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമുക്ക് 2 സവാള ഇതുപോലെ കനം കുറച്ച് എരിഞ്ഞതും ഒരു തക്കാളിയും പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂന്തലും അതുപോലെ തക്കാളി ഉള്ളിയൊക്കെ വെന്ത് കിട്ടുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചട്ടീൻ്റെ അടിക്കൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ്. അപ്പോൾ തേങ്ങ ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇനി ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും വേണം. ഇതിലെ വെള്ളം ഒന്ന് വറ്റി കിട്ടുകയും വേണം. അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇറച്ചി മസാല ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇറച്ചി മസാല ഏത് വേണമെങ്കിലും ചേർക്കാം. മീറ്റ് മസാല എന്ന് പറയുന്നതാണ്. അത് ബീഫ് മസാല ചേർക്കാം, ചിക്കൻ മസാല ചേർക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മല്ലിച്ചപ്പാണ്. കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ പുതിന കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇതൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൂന്തലൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ തക്കാളി ഉള്ളിലേക്ക് വാട്ടി ഒരുപാട് ടൈം എടുത്തിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അപ്പോൾ വഴറ്റിയിട്ട് നമ്മൾ കഷ്ടപ്പെടുകയൊന്നും ചെയ്യാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. നമ്മളങ്ങനെ വഴറ്റിയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ചോറിനായി കഴിഞ്ഞാലും ചപ്പാത്തിക്കായി കഴിഞ്ഞാലും ഈ ഒരു റോസ്റ്റ് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത്ര വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കുറച്ച് സമയം ആ ഒരു തണുത്ത് കഴിയുമ്പോൾ ആ ചട്ടിയിൽ നിന്ന് തന്നെ അത് വലിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റാണ് വേണ്ടുന്നത്. അപ്പോൾ ഇത്രയും മതിയാകും. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ഒരു മാവ് തയ്യാറാക്കണം. അതിന് മുന്നേ നമുക്കൊരു 1/4 കപ്പ് ബസ്മതി റൈസ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ നീളമുള്ള ഏതെങ്കിലും അരി എടുക്കുക. പെട്ടെന്ന് വേവുന്ന അരി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ നല്ലപോലെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ഒരു സമയത്ത് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിട്ടുള്ളത്. നമ്മൾ പത്തിരിപ്പൊടിയോ പിന്നെ ഇടിയപ്പം പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പത്തിരിയും അതുപോലെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇതിൻ്റെ മാവും തയ്യാറാക്കുന്നത്. ഇലയുടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ സെയിം മെത്തേഡ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളിത് മൂടി വെക്കുകയോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റില്ല. ആ ഒരു ചൂടൊന്ന് ആറിയിട്ട് നമ്മൾ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്നില്ല പാകാവുന്നവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറിക്കിട്ടും. കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ആ ഒരു പാകമാകുമ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ഫോർക്കൊക്കെ മാറ്റി കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനിതൊന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം ചൂട് ഇല്ലാണ്ടുമില്ല, കൈ ഒന്ന് പൊള്ളുന്നുണ്ട് കേട്ടോ. എന്നാലും ആ ഒരു ചൂടോടുകൂടി കുഴച്ചെടുത്താൽ മാത്രമേ നമ്മളെ ആ ഒരു സ്നാക്ക് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കൈ ഇടയ്ക്ക് വേണമെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിൽ പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര കയ്യിലൊക്കെ പറ്റുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒന്ന് ഇതിലാക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇതുപോലുള്ള ഡോ ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മളെ പലഹാരം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നമ്മളെ അരി ഉണ്ടല്ലോ, അതൊന്ന് ഊറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ സാധാരണ കുഴക്കട്ടയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ കുറച്ച് വലിയ സൈസിലുള്ള ഇതുപോലെ ഉരുളയാക്കിയിട്ട് നമ്മൾ കയ്യിലിട്ടിട്ട് നന്നായിട്ട് ക്രാക്കൊന്നും ഇല്ലാണ്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല നേർങ്ങനെ ആക്കണം. ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നേർങ്ങനെയായിട്ട് നമുക്ക് കിട്ടും. എല്ലാ ഭാഗവും ഒരുപോലെ ഒരേ കനത്തിൽ തന്നെ ആക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളെ കൂന്തലിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക. അപ്പോൾ കൂന്തൽ തന്നെ വേണമെന്നില്ല, എൻ്റെ അടുത്ത് കൂന്തൽ ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് ചെമ്മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാം, അതുപോലെ ചിക്കൻ വെച്ചിട്ട് ചെയ്യാം. ഏത് നല്ല സ്പൈസി ആയിട്ടുള്ള ഐറ്റം വെച്ചിട്ടും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്പൈസി ആയതുകൊണ്ട് തന്നെ. ഇനി നമ്മളിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ബോളായിട്ട് മാറ്റുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും വലുപ്പത്തിലുള്ള ബോളാണ് കേട്ടോ നമുക്ക് കിട്ടുക. കാരണം ഇത് ഒന്ന് തന്നെ തിന്നാൽ മതിയാവും, നമുക്ക് വിശപ്പ് മാറുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ഇത് ഈ ഒരു ബസ്മതി അരിയിലേക്ക് ഒന്ന് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഇത് ഉണ്ടപ്പുട്ട് എന്നാണ് പറയുന്നത്. ചെമ്മീനും അതുപോലെ ഇളമ്പൊക്കെയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബസ്മതി അരിക്ക് പകരം ചെയ്യുന്നത് തേങ്ങ ചിരവിയതാണ്, അതിലിട്ടിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയിപ്പം ബസ്മതി അരി ഇല്ലെങ്കിൽ തേങ്ങ ചിരവിയത് വെച്ചിട്ട് നിങ്ങൾക്കിതൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ബസ്മതി അരിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോൾ ഇതിൻ്റെ ഒരു പുറത്തുള്ള ആ ഒരു ഷേപ്പ് കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഓരോന്നും ബോളാക്കിയിട്ട് മാറ്റി വെക്കാം. എണ്ണ തടാൻ മറക്കരുത്, അല്ലെങ്കിൽ വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു 6 എണ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലിത്തട്ടിലാണെങ്കിൽ അങ്ങനെ വെച്ച് ചെയ്തെടുക്കാം. ഞാനൊരു വട്ട വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് പ്ലേറ്റ് വെച്ച് ചെയ്യുന്നത്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും. അപ്പോൾ ഈ പ്ലേറ്റിൽ വെള്ളം കയറാണ്ടിരിക്കാൻ നോക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇഡ്ഡലിത്തട്ട് എടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മനസ്സിലാവില്ല. കുറച്ച് തണിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ പുറത്തൊക്കെ നല്ല ഒരു ബസ്മതി അരി നന്നായിട്ട് വെന്തിട്ട് ആ ഒരു മുള്ളു പോലെ കിടക്കുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ആ ഒരു ഇതിൻ്റെ ഒരു ഷേപ്പ് കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ഉണ്ടപ്പുട്ട് എന്ന് പറയുന്ന സാധനം കണ്ണൂർ ഭാഗത്ത് തട്ടുകടകളിൽ ഫേമസ് ആയ സാധനമാണ്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് സ്പൈസി ആയതുകൊണ്ട് തന്നെ. ഇളമ്പക്കയാണ് ഇതിൻ്റെ ഫേമസ് ആയിട്ട് കണ്ണൂർ തട്ടുകടകളിൽ കാണപ്പെടുന്നത്. അപ്പോൾ എല്ലാ സമയങ്ങളിലും ഇളമ്പക്ക കിട്ടണമെന്നില്ല, അതുകൊണ്ട് ചെമ്മീനും കൂന്തലും ചിക്കനൊക്കെ വെച്ചിട്ട് ഇന്ന് ആൾക്കാർ ചെയ്യാറുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് ആക്കി കഴിഞ്ഞാൽ ഒന്ന് മാത്രമേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ, എന്തായാലും ബാക്കി ഉണ്ടാകും. അപ്പോൾ അത് പിറ്റേന്നൊക്കെ വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതാ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഇതില്ലേ, കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല സ്പൈസി ആയതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എടുത്തതിനേക്കാളും കുറച്ചും കൂടി അളവിൽ സ്പൈസിനെസ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും അതുപോലെ നമ്മൾ ഇറച്ചി മസാലയും പച്ചമുളകും ഒക്കെ കൂട്ടി കൊടുക്കാം. ഇത് അത്ര വലിയ സ്പൈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം കുട്ടികൾക്കൊക്കെ കൊടുത്തുകൊണ്ട് ഞാനെല്ലാം കുറച്ചളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്